Dear students, today we are going to discuss a new theorem in probability, that is Bayes' theorem. Bayes' theorem was developed by Thomas Bayes, a British mathematician and philosopher. It was actually an improvement of conditional probability. The multiplication theorem states that if two events A and B are dependent, then the probability of occurring both will be the product of probability of A and probability of B given A. That is, P of A intersection B is equal to P of A into P of B given A. ഈ ഫോർമുലയിൽ P of B given A, probability of B given A, ഇതിനെയാണല്ലോ നാം കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. കാരണം ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് മാത്രമല്ല പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഹാസ് ഓൾറെഡി ഒക്കേർഡ്. എ തൊട്ട് മുമ്പ് സംഭവിച്ചു കഴിഞ്ഞു. എ തൊട്ട് മുമ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി എന്താണ്? അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓക്കെ, അത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം പഠിക്കുമ്പോൾ വിശദമായി നമ്മൾ മനസ്സിലാക്കി. കണ്ടീഷണൽ പ്രോബബിലിറ്റിയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ. എങ്കിലും ഈ ബയസ് തിയറം ഒന്നുകൂടെ വ്യക്തത വരുത്തേണ്ടതുള്ളത് കൊണ്ട്, ഒന്ന് നന്നായി മനസ്സിലാക്കേണ്ടതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നുകൂടെ വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. എക്സാമ്പിൾ, if two cards are drawn one after another without replacement, what is the probability of getting both the spade card? അപ്പോൾ ഒരു പാക്ക് ഓഫ് വെൽ ഷഫിൾഡ് കാർഡ്സ്, അതിൽ നിന്ന് 2 കാർഡ് ഡ്രോ ചെയ്യുകയാണ്. വൺ ആഫ്റ്റർ അനദർ, ഒന്നെടുത്ത ശേഷം അടുത്ത കാർഡ് എടുക്കുന്നു. ഒന്നെടുത്ത ശേഷം രണ്ടാമത്തെ കാർഡ് എടുക്കുന്നതിന് മുൻപ് ആദ്യം എടുത്ത കാർഡ് റീപ്ലേസ് ചെയ്യുന്നൊന്നുമില്ല. ആദ്യം എടുത്ത കാർഡ് ബോക്സിനകത്ത് തന്നെ ഇടുന്നില്ല. ഓക്കെ, അങ്ങനെയാകുമ്പോൾ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് സ്പെയ്ഡ് കാർഡ്? 2 കാർഡും സ്പെയ്ഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യ കാർഡ് സ്പെയ്ഡ് ആയിരിക്കണം, രണ്ടാമത്തത് സ്പെയ്ഡ് ആയിരിക്കണം. അപ്പോഴാണല്ലോ രണ്ടിലും സ്പെയ്ഡ് ആവുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ബോത്ത് സ്പെയ്ഡ് കാർഡ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് സ്പെയ്ഡ് കാർഡ് in first draw into probability of getting spade card in the second draw. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡ്രോയിൽ സ്പെയ്ഡ് കാർഡ് ആകാനുള്ള പ്രോബബിലിറ്റി നമുക്കറിയാലോ, 13 സ്പെയ്ഡ് കാർഡ്സ് ആണ് ഉണ്ടാവുക. ടോട്ടൽ 52 കാർഡ്സ് ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് സ്പെയ്ഡ് കാർഡ് ഇൻ ഫസ്റ്റ് ഡ്രോ 13/52. അതിൽ യാതൊരു സംശയമില്ല. എങ്കിൽ രണ്ടാമത്തെ കാർഡ് സ്പെയ്ഡ് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? സ്പെയ്ഡ് കാർഡ് ആകാനുള്ള പ്രോബബിലിറ്റി അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താ, നേരത്തെ ഒരു സ്പെയ്ഡ് കാർഡ് നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് സ്പെയ്ഡ് ആകാനുള്ള പ്രോബബിലിറ്റി കാണുമ്പോൾ മൊത്തം സ്പെയ്ഡ് കാർഡിൻ്റെ എണ്ണം 13-ൽ നിന്ന് 12 കുറഞ്ഞിട്ടുണ്ടാകും. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സിൻ്റെ എണ്ണം 52-ൽ നിന്ന് 51 കുറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റി പറഞ്ഞല്ലോ. ഇവിടെ വരുന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് 12/51 എന്ന് പറയുന്നത്. ഇവിടെ ഇതെന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്? ദിസ് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സ്പെയ്ഡ് കാർഡ് ഇൻ സെക്കൻഡ് റോ ഗിവൺ എ സ്പെയ്ഡ് കാർഡ് ഹാസ് ഓൾറെഡി ഡ്രോൺ ഇൻ ദി ഫസ്റ്റ് ഡ്രോ. ഒന്നാമത്തെ ഡ്രോയിൽ ഓൾറെഡി ഒരു സ്പെയ്ഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന നിബന്ധന, കണ്ടീഷനോടുകൂടി പറയുന്നതാണ് 12/51 എന്ന പ്രോബബിലിറ്റി. ഓക്കെ, ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പോൾ തോമസ് ബയെ എന്ന് പറയുന്ന ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിലോസഫർ ആയിട്ടുള്ള ഈ ഒരു തിങ്കർ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇവിടെ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഈ 12/51 കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ 13/51 എന്ന ഒറിജിനൽ പ്രോബബിലിറ്റിയിൽ ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ്, ചില റിവിഷൻസ് വരുത്തിയിട്ടാണ്, ചില റിവിഷനിങ് വരുത്തിയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്.
അതുപോലെ ഈ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ഇവൻറ്റുമായി ബന്ധപ്പെട്ട് ഓരോ അഡീഷണൽ ഇൻഫർമേഷൻ നമുക്കറിയുന്നതും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോബബിലിറ്റിയിൽ നമുക്ക് റിവിഷൻസ് നടത്താവുന്നതാണ് എന്നാണ് ബയസിൻ്റെ അഭിപ്രായം. ഇതാണ് സത്യത്തിൽ ബയസ് തിയറം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ തോമസ് ബയ പറയുന്നത് ദി കോൺസെപ്റ്റ് ഓഫ് റിവിഷനിങ് ഇൻ പ്രോബബിലിറ്റി ക്യാൻ ബി മെയ്ഡ് ഇഫ് അഡീഷണൽ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. ഒരു ഇവൻറ്റുമായി ബന്ധപ്പെട്ട് ഓരോ അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാകുന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയിൽ നമുക്ക് വേണ്ട ചേഞ്ചസ് അല്ലെങ്കിൽ റിവിഷൻസ്, ആ പ്രോബബിലിറ്റി നമുക്ക് റിവൈസ് ചെയ്യാവുന്നതാണ് എന്നതാണ് ബയസ് തിയറം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യമുള്ള പ്രോബബിലിറ്റി, ഒരു ഇവൻ്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റിയെ റിവിഷൻസ് ഒക്കെ നടത്തുന്നതിന് മുൻപുള്ള പ്രോബബിലിറ്റിയെ നമ്മൾ വിളിക്കുക പ്രയോറി പ്രോബബിലിറ്റി എന്നാണ്. അപ്പോൾ ആ റിവിഷൻ നടത്തിയ ശേഷം അവസാനം കിട്ടുന്ന പ്രോബബിലിറ്റിയെ നമ്മൾ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്നാണ് വിളിക്കുക എന്ന് തോമസ് ബയയുടെ അഭിപ്രായം. അതിങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ബയസ് തിയറം പ്രകാരം പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്? ആ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇൻ കേസ് ഓഫ് ബയസ് തിയറം എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഈ പോസ്റ്റീരിയർ പ്രോബബിലിറ്റിയിൽ നിന്ന് പ്രയോറി പ്രോബബിലിറ്റിയിൽ നിന്ന് പോസ്റ്റീരിയർ പ്രോബബിലിറ്റിയിലേക്ക് എത്തുന്ന ആ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. സ്റ്റെപ്സ് ഇൻ ബയസ് തിയറം. ഫൈൻഡ് ദി ഒറിജിനൽ പ്രോബബിലിറ്റി ഓഫ് എവറി ഇവൻറ്റ്. അതാണ് പ്രയോറി പ്രോബബിലിറ്റി. ഓരോ ഇവൻറ്റിൻ്റെയും ഒറിജിനൽ പ്രോബബിലിറ്റി എന്താണ് എന്ന് നിർണ്ണയിക്കുക. ദെൻ ഡിറ്റർമിൻ ദി പ്രോബബിലിറ്റി ഇൻ റെസ്പെക്റ്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ ഓഫ് എവറി ഇവൻറ്റ്. ഓരോ ഇവൻറ്റുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട പ്രോബബിലിറ്റി എന്താണ് എന്ന് നിർണ്ണയിക്കുക. അതാണല്ലോ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ തേർഡ് സ്റ്റെപ്പ്, ഫൈൻഡ് ജോയിൻറ്റ് പ്രോബബിലിറ്റി ഓഫ് എവറി ഇവൻറ്റ് ബൈ മൾട്ടിപ്ലൈയിങ് 1 and 2. ഈ ഒറിജിനൽ പ്രോബബിലിറ്റിയും കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഇൻ റെസ്പെക്റ്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ജോയിൻറ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. അങ്ങനെ ജോയിൻറ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് ആൻഡ് ടേക്ക് ദി ടോട്ടൽ. ആ ജോയിൻറ്റ് പ്രോബബിലിറ്റിയുടെ ടോട്ടൽ കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ ഫോർത്ത്, compute the proportion of joint probability of specified event to the total of joint probability. This is called posterior probabilities. ഓരോ ഇവൻറ്റുമായി ബന്ധപ്പെട്ട ജോയിൻറ്റ് പ്രോബബിലിറ്റി ടോട്ടൽ ജോയിൻറ്റ് പ്രോബബിലിറ്റിയുടെ എത്ര പോർഷൻ വരുന്നു എന്ന് കണ്ടുപിടിക്കുന്നു. അതാണ് ഓരോ ഇവൻറ്റിൻ്റെയും പോസ്റ്റീരിയർ പ്രോബബിലിറ്റി. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതാത് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ? ഇനി ഇതെന്താണ് എന്ന് ഒന്നുകൂടെ വ്യക്തത വരണമെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ഫാക്ടറി ഹാസ് 2 machines A and B. Past records show that machine A produces 30% of the output and machine B produces 70% of the output. ഫാക്ടറിയിലെ എ ബി എന്നീ 2 മെഷീൻ ഉപയോഗിച്ച പ്രൊഡക്ഷൻ നടത്തുന്നത്. മൊത്തം ഉള്ളതിൻ്റെ 30% എയിലും 70% ബിയിലൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പാസ്റ്റ് റെക്കോർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഫർദർ 5% ഓഫ് ദി ഐറ്റം പ്രൊഡ്യൂസ്ഡ് ബൈ എ ആൻഡ് A were defectives and only 1% of the item produced by B were defectives. അപ്പോൾ എയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 5%ഉം ബിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 1%ഉം ഡിഫക്റ്റീവ്സ് ആകുന്നു എന്ന് നമുക്ക് ഇൻഫർമേഷൻ ലഭ്യമാണ്. ഇഫ് എ ഡിഫക്റ്റീവ് ഐറ്റം ഈസ് ഡ്രോൺ അറ്റ് റാൻഡം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ, മെഷീൻ ബി, മെഷീൻ എ ഓർ ബി? 3 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എയും ബിയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് റാൻഡംലി സെലക്ട് ചെയ്തപ്പോൾ അത് ഡിഫക്റ്റീവായി കാണുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ? മെഷീൻ എയിലൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ആ ഡിഫക്റ്റീവ് ഐറ്റം. അതിനുള്ള പ്രോബബിലിറ്റി എന്താണ്? ആ ഡിഫക്റ്റീവ് ഐറ്റം മെഷീൻ ബിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ആ ഡിഫക്റ്റീവ് ഐറ്റം എയിലോ ബിയിലോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് ബയസ് തിയറം. ഇവിടെയാണ് നമ്മൾ ബയസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. എന്താ ബയസ് തിയറം പറയുന്നത്?
ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട മെഷീൻ എയിലൂടെ പ്രൊഡ്യൂസ് ചെയ്തതാകാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് മെഷീൻ എയിലൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? മൊത്തമുള്ള പ്രൊഡക്ഷൻ്റെ 30% എയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 30% ആണ് എയിൽ ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി 30% ആണ്. അതാണ് നമ്മുടെ ഒറിജിനൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പ്രയോറി പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെഷീൻ എയിലൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് 30%. കാരണം ടോട്ടൽ പ്രൊഡക്ഷൻ്റെ 30% എയിലൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി 30% ആണ്, 0.3 ആണ്. ഓക്കെ, ക്ലിയർ? എയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഐറ്റം മൊത്തം 5% ഡിഫക്റ്റീവ് ആകുന്നുണ്ട് എന്നാണ് പാസ്റ്റ് റെക്കോർഡ്സ് കാണിക്കുന്നത്. അത് മറ്റൊരു അഡീഷണൽ ഇൻഫർമേഷനാണ്. ആ അഡീഷണൽ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട വാല്യൂ എന്ന് പറയുന്നത് 0.05 ആണ്. ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഒരൈറ്റം എയിലൂടെ പ്രൊഡ്യൂസ് ചെയ്തതാണെങ്കിൽ അത് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി, കണ്ടീഷണൽ പ്രോബബിലിറ്റി 0.05. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് 0.015 കിട്ടി. ഇതാണ് ജോയിൻറ്റ് പ്രോബബിലിറ്റി. ക്ലിയർ? ഇനി ഇതുപോലെ ബിയുടേതും കാണുക. ബിയുടെ 70% ആണ് ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ 70% ബിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബിയിലുള്ള ഒരു ഐറ്റം ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി 0.7 ആണ്. അപ്പോൾ ബിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ 1% ഡിഫക്റ്റീവ് ആകുന്നുണ്ട്, 1%. അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. മൾട്ടിപ്ലൈ ചെയ്ത 0.007 ജോയിൻറ്റ് പ്രോബബിലിറ്റി കിട്ടും. ഇനി ഇത് ഓരോന്നും എയുടെയും ബിയുടെയും ഓരോന്നിൻ്റെയും ഈ ജോയിൻറ്റ് പ്രോബബിലിറ്റി, ടോട്ടൽ ജോയിൻറ്റ് പ്രോബബിലിറ്റീൻ്റെ എത്ര പോർഷൻ വരുന്നു എന്ന് കാണും. എന്ന് പറഞ്ഞാൽ 0.015 ഡിവൈഡഡ് ബൈ ഇത് ടോട്ടൽ 0.022 ഈസ് ഈക്വൽ 0.682. അതുപോലെ 0.07 ഡിവൈഡഡ് ബൈ 0.022 ഈക്വൽ ടു 0.318. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നോക്കൂ, എയിലൂടെ പ്രൊഡ്യൂസ് ചെയ്തതായിട്ടുള്ള പ്രോബബിലിറ്റി, ആ ഡിഫക്റ്റീവ് ഐറ്റം എ എന്ന മെഷീനിലൂടെ പ്രൊഡ്യൂസ് ചെയ്തതാകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എയുമായി ബന്ധപ്പെട്ട ജോയിൻറ്റ് പ്രോബബിലിറ്റി ഉപയോഗിച്ചു ടോട്ടൽ ജോയിൻറ്റ് പ്രോബബിലിറ്റിയുടെ എത്ര പോർഷൻ വരുന്നു എന്ന് കണ്ടുപിടിച്ചു. എത്ര വരുന്നു? 0.682. അപ്പോൾ 0.682 ആണ് എയിലൂടെ ആ പ്രോഡക്റ്റ് എയിലൂടെ പ്രൊഡ്യൂസ് ചെയ്തതാകാനുള്ള പ്രോബബിലിറ്റി. ബിയിലൂടെ ആകാനുള്ള പ്രോബബിലിറ്റി ഇത് 0.318 ആണ്. ഓക്കെ, എയിലൂടെയോ ബിയിലൂടെയോ ആകാനുള്ള പ്രോബബിലിറ്റി, എയിലൂടെ ആകാനുള്ള പ്രോബബിലിറ്റിയും ബിയിലൂടെ ആകാനുള്ള പ്രോബബിലിറ്റിയും ടോട്ടൽ ചെയ്താൽ മതി 1. അപ്പോൾ ഷുവർ ഈവൻ്റ് ആണ് എന്നർത്ഥം. രണ്ട് മെഷീനല്ലേ ഉള്ളൂ. അപ്പോൾ ആ പ്രോഡക്റ്റ് നിർബന്ധമായി ഒന്നുകിലേ അല്ലെങ്കിൽ ബിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കും. അപ്പോൾ എയിലൂടെയോ ബിയിലൂടെയോ ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുവറാണ്, 1 കിട്ടും. ഓക്കെ, ഇതാണ് ബയസ് തിയറം. അപ്പോൾ എങ്ങനെയാണ് ഈ പോസ്റ്റീരിയർ പ്രോബബിലിറ്റിയിലൂടെ അല്ലെങ്കിൽ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയല്ലോ. ഇങ്ങനെ ടേബിൾ വരഞ്ഞ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല. ഇത് നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി ദാറ്റ് ദി ഡിഫക്റ്റീവ് ഐറ്റം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ ഈസ് ഈക്വൽ ടു എയുടെ ആ 2 പ്രോബബിലിറ്റി ഉണ്ടല്ലോ, 30%ഉം 5%. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുള്ള ജോയിൻറ്റ് പ്രോബബിലിറ്റി എല്ലാറ്റിൻ്റെയും ജോയിൻറ്റ് പ്രോബബിലിറ്റീൻ്റെ എത്ര പോർഷനാണെന്ന് കാണുക. എന്ന് പറഞ്ഞാൽ ഇത് ഇൻറ്റു ഇത് 30% ഇൻറ്റു 5% ഹോൾ ഡിവൈഡഡ് ബൈ 30% ഇൻറ്റു 5% പ്ലസ് 70% ഇൻറ്റു 1%. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 30% ഇൻറ്റു 5% ഡിവൈഡഡ് ബൈ 30% ഇൻറ്റു 5% പ്ലസ് 70% ഇൻറ്റു 1%, 0.682. ഇങ്ങനെ ടേബിൾ വരയണമെന്നില്ല. അതുപോലെ പ്രോബബിലിറ്റി ദാറ്റ് ദി ഡിഫക്റ്റീവ് ഐറ്റം വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ ബി കാണണമെങ്കിൽ ബിയുടെ ജോയിൻറ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ടത് ടോട്ടലിൻ്റെ എത്ര പോർഷനാണെന്ന് നോക്കുക. അപ്പോൾ 70% ഇൻറ്റു 1%, അതായത് 70% ഇൻറ്റു 1% ഡിവൈഡഡ് ബൈ 30% ഇൻറ്റു 5% പ്ലസ് 70% ഇൻറ്റു 1% ഈക്വൽ ടു 0.318. ഓക്കെ, അപ്പോൾ എയിലൂടെയോ ബിയിലൂടെയോ എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് ബി ആണ് എന്ന് പറഞ്ഞാൽ ഷുവർ ഈവൻ്റ് ആണ്, 1 കിട്ടും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ടേബിളൊന്നും ഇല്ലാതെ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം.
Mr. A is known to tell the truth 5 times in cases out of 6. 6-ൽ 5 തവണ മാത്രമേ സത്യം പറയൂ A. He states that a white ball was drawn from a bag containing 9 black and 1 white ball. ഒരു ബാഗിനകത്ത് 9 ബ്ലാക്ക് ബോളും ഒരു വൈറ്റ് ബോളും ഉണ്ട്. അതിനകത്ത് നിന്ന് വൈറ്റ് ബോൾ ഡ്രോ ചെയ്തു എന്നാണ് എ പറയുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദി വൈറ്റ് ബോൾ വാസ് റിയലി ഡ്രോൺ? യഥാർത്ഥത്തിൽ അയാൾ ഡ്രോ ചെയ്ത് വൈറ്റ് ബോൾ തന്നെ ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഓക്കെ, അപ്പോൾ വൈറ്റ് ബോൾ ഡ്രോ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വൈറ്റ് ബോൾ ഡ്രോ ചെയ്തു എന്ന് എ പറയുന്നു, പക്ഷേ അയാൾ 6-ൽ 5 തവണയും 6-ൽ 5 തവണ മാത്രമേ സത്യം പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വൈറ്റ് ബോൾ ഡ്രോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കൂ, സത്യത്തിൽ ആ ബാഗിനകത്ത് 10 ബോളാണുള്ളത്. ഒരു ബോൾ മാത്രമേ വൈറ്റ് ബോൾ ഉള്ളൂ. അപ്പോൾ വൈറ്റ് ഡ്രോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ഒറിജിനൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/10 ആണ്. ഓക്കെ, ഇത് ഡ്രോ ചെയ്യുമ്പോൾ ഇയാൾ അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. 6-ൽ 5 തവണയാണ് ഇയാൾ സത്യം പറയുന്നത്. വൈറ്റ് ബോൾ ആകാനുള്ള പ്രോബബിലിറ്റി, അയാൾ പറയുന്നത് ശരിയാകാനുള്ള പ്രോബബിലിറ്റി 6-ൽ 5 ആണ്. കാരണം 6-ൽ 5 തവണയല്ലേ സത്യം പറയും. അപ്പോൾ വൈറ്റ് ബോൾ ആകാനുള്ള പ്രോബബിലിറ്റി 1/10 ആണ്. അയാൾ പറഞ്ഞതും ശരിയാവാനുള്ള പ്രോബബിലിറ്റി 5/6 ആണ്. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്താ വരിക? 1/10 × 6/5 പ്ലസ്, അല്ലെങ്കിൽ എന്താവാം, ബ്ലാക്ക് ആവാമല്ലോ. ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി 9/10 ആണ്. ഇൻറ്റു അയാൾ കളവും പറയാലോ. കളവ് എന്ന് പറയുമ്പോൾ 6-ൽ 5 തവണ സത്യം പറയുന്നു എന്ന് പറഞ്ഞാൽ 6-ൽ 1 തവണ കളവ് പറയാനല്ലോ. 6-ൽ 1 തവണ കളവ് പറയാനുള്ളൂ. ഓക്കെ, അതിൻ്റെ ജോയിൻ പ്രോബബിലിറ്റിയും ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ജോയിൻ പ്രോബബിലിറ്റിയിൽ ഇത് എത്ര പോർഷനാണെന്ന് കാണുന്നു. അപ്പോൾ 0.357 എന്ന് കിട്ടും. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എ മാനുഫാക്ചറിങ് ഫേം പ്രൊഡ്യൂസസ് യൂണിറ്റ്സ് ഓഫ് പ്രോഡക്ട്സ് ഇൻ 4 plants A, B, C and D. From the past records of the proportion of defectives produced by each plant, the following conditional probabilities are set. എയിലൂടെ 0.05, ബി 0.10, സി 0.15 ആൻഡ് ഡി 0.02. ഇത്രയും ഡിഫക്റ്റീവ്സിൻ്റെ റേഷ്യോ ആണ്, പെർസെൻറ്റേജ് ആണ് ഡിഫക്റ്റീവ് പെർസെൻറ്റ്. ഓക്കെ, പ്ലാന്റ് എ പ്രൊഡ്യൂസസ് 30% ഓഫ് ഔട്ട്പുട്ട്, ബി പ്രൊഡ്യൂസസ് 25%, സി പ്രൊഡ്യൂസസ് 40% ആൻഡ് ഡി പ്രൊഡ്യൂസസ് 5%. ടോട്ടൽ പ്രൊഡക്ഷൻ്റെ ഓരോ പ്ലാന്റിലൂടെയും എത്രത്തോളം പെർസെൻറ്റേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് നമ്മൾ ആദ്യം തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം അതേപോലെ തന്നെയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ അതേപോലെയുള്ള ഒരു പ്രോബ്ലമാണ്. എ യൂണിറ്റ് ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് വൺ ഓഫ് ദീസ് പ്ലാന്റ്സ് ഇസ് ടെസ്റ്റഡ് ആൻഡ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. അപ്പോൾ ഈ 4 പ്ലാന്റിലൂടെയും പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് റാൻഡംലി സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് നോക്കുമ്പോൾ അത് ഡിഫക്റ്റീവായി. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദി യൂണിറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ പ്ലാൻ സി? അത് പ്ലാൻ സിയിൽ പ്രൊഡ്യൂസ് ചെയ്താകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇപ്പോൾ പ്ലാൻ സി ആയി ബന്ധപ്പെട്ടിട്ടുള്ള ജോയിൻ പ്രോബബിലിറ്റി കാണുക. അത് എല്ലാറ്റിൻ്റെയും ജോയിൻ പ്രോബബിലിറ്റി ടോട്ടൽ ചെയ്ത് കിട്ടുന്ന ടോട്ടൽ ജോയിൻ പ്രോബബിലിറ്റിയുടെ എത്ര പോർഷനാണ് എന്ന് നമുക്കറിയണം. അതാണ് പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ എന്താ സിയിലൂടെ ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സിയിൽ ഡിഫക്റ്റീവ് വരുന്നത് ഇത്രയാണ്, 0.15. സിയിൽ മൊത്തം പ്രൊഡ്യൂസ് ചെയ്യുന്ന 40. അപ്പോൾ 0.4 × 0.15, 0.4 × 0.15 ഡിവൈഡഡ് ബൈ ഇതുപോലെ എല്ലാറ്റിൻ്റെയും ജോയിൻ പ്രോബബിലിറ്റി ടോട്ടൽ ചെയ്യുക. അതായത് 0.05 × 0.3 പ്ലസ് 0.1 × 0.25 പ്ലസ് 0.15 × 0.4 പ്ലസ് 0.02 × 0.05. ഓക്കെ, അത് കണ്ടുപിടിക്കുക. എത്ര വരും? 0.5941 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ എ ബോൾട്ട് മാനുഫാക്ചറിങ് കമ്പനി, മെഷീൻ 1, 2 and 3 manufacture respectively 25%, 35% and 40% of the output. Of the total of their output, 5, 4 and 2% are defective bolts. A bolt is drawn at random and is found to be defective. ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. What is the probability that it was manufactured by machine 1, machine 2, machine 3 and machine 1 or 2 or 3? Okay, machine 1 ആണെങ്കിൽ machine 1ൻ്റെ joint probability divided by total of joint probability of these 3 machines. അപ്പോൾ
പ്രോബിലിറ്റി 1-ലൂടെ ആകാനുള്ള പ്രോബിലിറ്റി 1 എത്രയാണ് നോക്കൂ, 1 25 ആണ്. 0.25 into 5 0.25 into 5 divided by 0.25 into 5 plus 0.35 into 4 plus 0.4 into 0.02. ഓക്കെ, അപ്പോൾ അത്ര ഒരു 0.362 വരും. അതുപോലെ മെഷീൻ 2-ൻ്റെ കണ്ടുപിടിക്കുക, 3-ൻ്റെ കണ്ടുപിടിക്കുക. അവസാനത്തത് 1 or 2 or 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുവർ ഇവൻ്റ് 1 + 2 + 3 ആണ്. 3ഉം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അത് 1 ആയിരിക്കും. ഇവിടെ ആകെ 3 മെഷീനേ ഉള്ളൂ. അപ്പോൾ ആ ഡിഫക്റ്റീവ് ഐറ്റം 1-ലൂടെയോ 2-ലൂടെയോ 3-ലൂടെയോ പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കും ഷുവറായിട്ടും. അത് 1 ആണ് വരുന്നത്. ഓക്കെ, 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Bag A contains 3 red and 2 white balls. Bag B contains 1 red and 4 white balls. One bag is chosen and 1 ball is drawn. If the ball chosen is red, what is the probability that it came from bag A? Okay, question clear ആയോ? A bag A contains 3 red and 2 white ആണ്. Bag B contains 1 red and 4 white. അതിൽ 1 bag is chosen. അത് 2 ബാഗ് ഉണ്ടല്ലോ, ബാഗ് എയും ബാഗ് ബിയും ഉണ്ട്. അതിലേതെങ്കിലും ഒരു ബാഗ് സെലക്ട് ചെയ്യുന്നു, റാൻഡംലി സെലക്ട് ചെയ്യുകയാണ്. ആൻഡ് 1 ബോൾ ഈസ് ഡ്രോൺ. അതിൽ നിന്ന് റാൻഡംലി 1 ബോൾ ഡ്രോ ചെയ്യുന്നു. ഇഫ് ദി ബോൾ ചോസൻ ഈസ് റെഡ്, കിട്ടിയിരിക്കുന്ന ബോൾ റെഡ് ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് കെയിം ഫ്രം ബാഗ് എ? എയിൽ നിന്ന് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ എയിൽ നിന്ന് വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കുക നോക്കൂ. പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് റെഡ് ബോൾ ഫ്രം ബാഗ് എ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ബാഗ് എ. ബാഗ് എ ഡ്രോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, 2 ബാഗാണുള്ളത്. അപ്പോൾ 2-ൽ നിന്ന് 1 ഡ്രോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് റെഡ് ബോൾ. ഓക്കെ, റെഡ് ബോൾ ഡ്രോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ എന്താ വരിക? 1/2 ഇൻറ്റു ആ ബാഗാണ്, അല്ലെങ്കിൽ എന്താ ബാഗ് എ ആണ് ഡ്രോ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിൽ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ് നോക്കൂ. 3 റെഡ് ആണുള്ളത്, 3/5 ആണല്ലോ. അപ്പോൾ 1/2 ഇൻറ്റു 3/5 ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ എന്താവും ടോട്ടൽ പ്രോബബിലിറ്റി, ജോയിൻറ്റ് പ്രോബബിലിറ്റിയുടെ ടോട്ടൽ കാണുമ്പോൾ 1/2 ഇൻറ്റു 3/5 പ്ലസ് അടുത്ത ബാഗാണെങ്കിൽ അത് 1/2 ഇൻറ്റു എന്താണ് വരിക? ഇവിടെ റെഡ് ആകാനുള്ള 1/4 ആണ്. സോറി, 1/1 റെഡും 4 വൈറ്റും ആണ്. 1/5 ആണ്. 1/5. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് പ്രോബബിലിറ്റിയുടെ ടോട്ടൽ, ആ 2 കേസിലും ജോയിൻറ്റ് പ്രോബബിലിറ്റിയുടെ ടോട്ടൽ വരുന്ന ഇതാണ്. അതിൽ ബാഗ് എയുടെ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഇതാണ് വരുന്നത്. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരുന്നത് 0.75 ആണ്. ക്ലിയർ? ഇത്രയാണ് നമുക്ക് ബയസ് തിയറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നമ്മുടെ പ്രോബബിലിറ്റി എന്നുള്ള ആ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന പുതിയ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.